എല്ലാവർക്കും നമസ്കാരം. EDU-FRIEND ടെക്നിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഷീറ്റ് മെറ്റൽ വർക്കർ എന്ന കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 2 ഒബ്ജക്റ്റീവ് ടൈപ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരിത് കാണുക. അതിൽ വരുന്ന ചില ടോപ്പിക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന ടോപ്പിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് റെസിസ്റ്റൻസ് വെൽഡിങ്ങിൻ്റെ പ്രിൻസിപ്പിളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ തന്നിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങളൊന്ന് വായിക്കുക. ഞാനതിൻ്റെ മീനിങ് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അതായത് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത് നമുക്ക് ജോയിൻ ചെയ്യണം, മെറ്റലിനെ വെൽഡ് ചെയ്ത് ചേർക്കണം അല്ലേ. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു വർക്ക് പീസാണ്, ഇത് വേറൊരു വർക്ക് പീസാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വർക്ക് പീസിൻ്റെ ഈ ഒരു ഇടയിലുള്ള ഭാഗത്ത് രണ്ടിനെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം, 2 വർക്ക് പീസിനെയും കൂട്ടി യോജിപ്പിക്കണം. അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള എന്ത് എനർജി കൊടുക്കും? ഹീറ്റ് എനർജി കൊടുക്കും. എന്ത് എനർജി കൊടുക്കും? ഹീറ്റ് എനർജി ആവശ്യത്തിനുള്ളത് കൊടുക്കും. കൊടുക്കുമ്പോൾ ആ 2 എൻഡും എന്താവും? ഈ 2 എൻഡും അവിടെ ഫ്യൂസ് ആവും. അതായത് ആദ്യം സോളിഡായിട്ടിരുന്ന ആ ഭാഗം ഏതാണ്ട് ഒരു പ്ലാസ്മ രൂപത്തിലോട്ട് വരും. സോളിഡും ലിക്വിഡും ചേർന്ന് ഒരു പ്ലാസ്മ രൂപത്തിലോട്ട് അവിടെ വരും. ഓക്കെ ആണല്ലോ. എന്നിട്ട് ആ ഫ്യൂസായ പോയിന്റുകൾ, അപ്പോൾ ഈ 2 വർക്ക് പീസിനെ എന്നിട്ട് ചേർത്ത് വയ്ക്കും. ഈ 2 വർക്ക് പീസാണ്. ഈ 2 വർക്ക് പീസിനെ ചേർത്ത് വെച്ചിട്ട് ഫ്യൂസായ ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? പ്രഷർ അപ്ലൈ ചെയ്യും. ഇപ്പോൾ 2 എൻഡിൽ നിന്നും പ്രഷർ കൊടുത്താൽ എന്താ സംഭവിക്കുക? ഈ 2 എൻഡിൽ നിന്നും പ്രഷർ കൊടുത്താൽ എന്താ സംഭവിക്കുക? 2 വർക്ക് പീസിൻ്റെ ഈ ഭാഗം എന്ത് ചെയ്യും? ജോയിൻ ആയി കിട്ടും. അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രിൻസിപ്പിൾ ഓഫ് റെസിസ്റ്റൻസ് വെൽഡിങ്. ഇനി ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഏത് ഇക്വേഷൻ വെച്ചാൽ അത് അവിടുത്തെ ആ ഹീറ്റ് എനർജി കിട്ടുന്നതെന്ന് ചോദിച്ചാൽ H=I²RT എന്ന ഇക്വേഷനാണ്. ഓർത്ത് വെച്ചിരിക്കുക. H എന്ന് വെച്ചാൽ എന്താ? H എന്ന് വെച്ചാൽ അവിടുത്തെ ഹീറ്റാണ്. എന്താണ്? അവിടുത്തെ ഹീറ്റാണ്. ഇനി I എന്ന് വെച്ചാൽ എന്താ? I എന്ന് വെച്ചാൽ അവിടുത്തെ കറണ്ടാണ്. ഇനി R എന്ന് വെച്ചാൽ എന്താ? അവിടുത്തെ റെസിസ്റ്റൻസ് ആണ്. T എന്താണ്? T അവിടുത്തെ ടൈമാണ്. ഓക്കെ, കിട്ടുമല്ലോ. അപ്പോൾ ഓരോന്നും കിട്ടുമല്ലോ, ലെറ്റേഴ്സ് കിട്ടുമല്ലോ. ഇനി എങ്ങനെയാണ് അവിടെ ഹീറ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എല്ലാ വാല്യൂവും 5 എടുക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ, H നമുക്ക് കണ്ടുപിടിക്കണം. ഈ കൊടുത്തിട്ടുള്ള കറണ്ടും റെസിസ്റ്റൻസും ടൈമും എല്ലാം 5 എടുത്തെന്ന് വെച്ചോ. അപ്പോൾ കറണ്ട് അവിടെ 5 ആംപിയർ കൊടുത്താൽ I² ആകുമ്പോൾ എത്രയാവും? അവിടെ 25 ആവും. 5ൻ്റെ സ്ക്വയർ 5, 25 അല്ലേ? 5ൻ്റെ സ്ക്വയർ 25. R 5 ഓം ആണ് കൊടുത്തെങ്കിൽ അത് 5, സമയം 5 സെക്കൻഡ് ആണെങ്കിൽ അതും 5. അപ്പോൾ ഇത് ഗുണിക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടില്ലേ? ആ വാല്യൂ ആണ് അവിടുത്തെ ഹീറ്റ് എനർജി. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് എത്ര സമയം സമയം മാറുന്നതനുസരിച്ച് എന്ത് മാറും? ഹീറ്റ് എനർജി മാറിക്കൊണ്ടിരിക്കും. കറണ്ട് മാറുന്നതനുസരിച്ച് ആര് മാറും? ഹീറ്റ് എനർജി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. കിട്ടുമല്ലോ. ഇനി ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രധാനമായിട്ടും സ്പോട്ട് വെൽഡിംഗ്, സീം വെൽഡിംഗ്, പ്രൊജക്ഷൻ വെൽഡിംഗ്, ഫ്ലാഷ് ബട്ട് വെൽഡിംഗ്, ബട്ട് ഓർ അപ്സെറ്റ് വെൽഡിംഗ്, ഇങ്ങനെ കുറേ തരത്തിലുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്ക് നോക്കാം. എന്താണ് സ്പോട്ട് വെൽഡിംഗ് എന്ന് നോക്കാം. സ്പോട്ട് വെൽഡിംഗ്, അപ്പോൾ ഈ പോയിന്റ് വരുന്നതിന് മുന്നേ നമുക്ക് സ്പോട്ട് വെൽഡിങ്ങിനെ പറ്റി ഒന്ന് പറയാം. നോക്കിക്കുക എല്ലാവരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ. സ്പോട്ട് വെൽഡിങ്ങിൻ്റെ ഫിഗർ ഇങ്ങനെയാണ്. നോക്കിക്കോ. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് അവിടുത്തെ ട്രാൻസ്ഫോമറാണ്. ഇതാണ് അവിടുത്തെ പവർ സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ട്രാൻസ്ഫോമർ വഴി കറണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ 2 ഇലക്ട്രോഡുകളുണ്ട്. കണ്ടല്ലോ, ഇതൊരു ഇലക്ട്രോഡ്, ഇത് വേറൊരു ഇലക്ട്രോഡ്. ഓക്കെ, 2 ഇലക്ട്രോഡിൻ്റെ പ്രത്യേകത, ഒരെണ്ണം മൂവബിൾ ആണ്. ഇത് മൂവബിൾ ഇലക്ട്രോഡാണ്. ഈ ഭാഗം മൂവബിൾ ഇലക്ട്രോഡും ഇത് മൂവ് ചെയ്യാത്ത ഇലക്ട്രോഡുമാണ്, ഫിക്സഡുമാണ്. ഓക്കെ, എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കാണുന്ന വർക്ക് പീസ്, ഇതാണ് വർക്ക് പീസ്. ആ വർക്ക് പീസിന് എന്ത് ചെയ്യും? നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ വർക്ക് പീസിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2 ഇലക്ട്രോഡിൻ്റെയും ഇടയിൽ, ഇതാ ഈ ഭാഗത്തായിട്ട് 2 ഇലക്ട്രോഡും കണ്ടല്ലോ, ഇതാണ് 2 ഇലക്ട്രോഡ്. 2ൻ്റെയും ഇടയിൽ ആരെ വയ്ക്കും? ഈ വർക്ക് പീസിനെ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്യൂട്ടബിൾ കറണ്ട് കൊടുക്കും. നമുക്കപ്പോൾ അവിടെ H=I²RT എന്ന് പറയുന്ന ഇക്വേഷൻ അനുസരിച്ച് എത്ര സമയം കറണ്ട് കൊടുത്താൽ അവിടെ ടെമ്പറേച്ചർ ഉണ്ടാവും, എത്ര ഹീറ്റ് ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ഈ വർക്ക് പീസിൻ്റെ 2ൻ്റെയും ചേർത്ത ഈ ഭാഗത്ത് ഇവിടെയായിട്ട്, വർക്ക് പീസിൻ്റെ ഇവിടെയായിട്ട് എന്ത് ചെയ്യും? അവിടെ അത് ജോയിൻ ആവും. അതായത് ഫ്യൂസായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2 എൻഡിൽ നിന്ന് എന്ത് കൊടുക്കും? ഇവിടെ നിന്ന് ഫിക്സഡ് അല്ല, മൂവബിൾ ആയിട്ടുള്ള എൻഡിൽ നിന്ന് എന്ത് കൊടുക്കും? അവിടെ നിന്ന് പ്രഷർ എനർജി കൊടുക്കുമ്പോൾ ആ ഫ്യൂസായ ഭാഗം എന്ത് ചെയ്യും? മെൽറ്റായത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതാണ് അവിടുത്തെ പ്രോസസ്സ്. ഓക്കെ, ഇനി ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ഡിഫക്റ്റുകളുണ്ടാവും. ഇപ്പോൾ ഇത് കണ്ടോ, 2 ഇലക്ട്രോഡിൻ്റെയും ഈ 2 എൻഡിലും, ഇവിടെയാണ് ഇലക്ട്രോഡുകൾ ഇരുന്നത്. ഈ 2 എൻഡിലും ഈ ഭാഗത്ത് ചെറിയൊരു കുഴി പോലെ ഉണ്ടാവും. അതുണ്ടാകുന്നത് തടയാനും നമുക്ക് പറ്റും. എന്ന് വെച്ചാൽ ഷാർപ്പായിട്ടുള്ള ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലിയ കുഴി പോലെ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 2 ടിപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒരു ടിപ്പ്, ലാർജ് ഡയമീറ്ററുള്ള ഇലക്ട്രോഡ് ഉപയോഗിക്കുക. ഒന്ന്, ലാർജ് ഡയമീറ്ററുള്ള ഇലക്ട്രോഡ് ഉപയോഗിച്ചാൽ സർഫസ് ഏരിയ കൂടുന്നതുകൊണ്ട് അവിടെ കുഴി ഉണ്ടാകുന്നത് തടയാം.
പിന്നെ ഇതേ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഈ ഇലക്ട്രോഡില്ലേ, ഈ ഇലക്ട്രോഡ് ഇരിക്കുന്ന ഈ ഭാഗത്ത് ഡയറക്റ്റായിട്ട് വർക്ക് പീസിൽ വയ്ക്കാതെ ഈ ഇലക്ട്രോഡിൻ്റെ ഇടയിൽ 2 കോപ്പർ ഷീറ്റ് വെച്ച് കൊടുക്കാം. അതായത് ഇലക്ട്രോഡ് ഇങ്ങനെ വരും 2 ഇലക്ട്രോഡ് ഇങ്ങനെ വരും. ഇതിൻ്റെ 2 എൻഡിലും എന്ത് വയ്ക്കും, ഒരു കോപ്പർ ഷീറ്റ് വെച്ചിട്ട് വർക്ക് പീസ് അതിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ കോപ്പർ ഷീറ്റ് 1.6 mm 1.6 mm കോപ്പർ ഷീറ്റാണ് സാധാരണ അങ്ങനെ വെച്ച് കൊടുക്കുക, ഈ ഒരു ഇംപ്രഷൻ തടയാൻ വേണ്ടി. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് പോയിന്റ് നോക്കാം. എന്താണ് പോയിന്റ് പറയുന്നത്? ദ പാർട്സ് ടു ബി ജോയിൻഡ് ആർ ക്ലാംപ്ഡ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്. ആണല്ലോ, ഇലക്ട്രോഡിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു, വർക്ക് പീസ് ക്ലാമ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഹൈ കറണ്ട് ഈസ് അലൗഡ് ടു പാസ് ത്രൂ ദ ക്ലാംപ്ഡ് മെമ്പേഴ്സ് ആൻഡ് ഈസ് റൈസ്ഡ് ദ വെൽഡിംഗ് ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെ കറണ്ട് കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുമല്ലോ. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ്, ദ കറണ്ട് ബീയിങ് കട്ട് ഓഫ് ആൻഡ് ഹൈ പ്രഷർ ബീയിങ് അപ്ലൈഡ് ടു ദ ജോയിൻറ്റ്. അതായത് ഇങ്ങനെ ഫ്യൂസ് ആയതിനു ശേഷം നമ്മൾ ഇങ്ങനെ പ്രഷർ ഇങ്ങോട്ട് താഴോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലേ, പ്രഷർ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ താഴോട്ട്. അപ്പോൾ പ്രഷർ ഇങ്ങനെ താഴോട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ കറണ്ട് എന്ത് ചെയ്യണം, കറണ്ട് നമ്മൾ ഓഫ് ആക്കണം, കറണ്ട് കട്ട് ഓഫ് ചെയ്യണം. അത് കട്ട് ഓഫ് ആയിക്കോളും. അപ്പോൾ കട്ട് ഓഫ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുക. ശരി, ലാസ്റ്റ് പോയിന്റ്, എ സ്പെഷ്യൽ കോപ്പർ അലോയിങ് മെറ്റീരിയൽ ഹാസ് ബീൻ ഡെവലപ്ഡ് ഫോർ ദ ഇലക്ട്രോഡ്. അപ്പോൾ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, സ്പെഷ്യൽ കോപ്പർ ഇലക്ട്രോഡാണ്. അപ്പോൾ ഇത്രയാണ് പോയിന്റ്, കിട്ടുമല്ലോ. ശരി, അടുത്ത ടൈപ്പ് നോക്കാം. അടുത്തത് സീം വെൽഡിംഗ് ആണ്. അപ്പോൾ സീം വെൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിഗർ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോഡുകൾ ഇവിടെ എന്ത് ടൈപ്പിലാണ്, റോളർ ഷേപ്പിലാണുള്ളത്. ഇലക്ട്രോഡുകൾ റോളറിൻ്റെ ഷേപ്പിലാണ് ഉള്ളത്. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റോളർ കറങ്ങും, അവിടെ നിന്ന് കറങ്ങും. അതായത് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കില്ല, റോളർ നീങ്ങില്ല. എന്ത് ചെയ്യും, ആ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് തന്നെയാണ് റോളർ കറങ്ങുക. ഓക്കെ, എന്താണ് നീക്കി കൊടുക്കുന്നത്, നമ്മളെ വർക്ക് പീസാണ് നീക്കി കൊടുക്കുന്നത്. ഓക്കെ, വർക്ക് പീസ് നീക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ സ്പോട്ട് ചെയ്ത പോലെ തന്നെ ഇത് നീക്കുന്നതനുസരിച്ച് കറണ്ട് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും. അതായത് റോളർ കറങ്ങില്ലേ, റോളർ കറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും. കറണ്ട് ഓൺ ആകുമ്പോൾ അവിടെ സ്പോട്ട് ആവും, അടുത്ത പൊസിഷനിലേക്ക് ഉരുണ്ട് ഇത് മാറുമ്പോൾ വീണ്ടും ഓഫായിട്ട് വീണ്ടും ഓൺ ആവും. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓർക്കേണ്ടത് സീം വെൽഡിങ്ങിന് നമ്മൾ ഇലക്ട്രോഡ് എന്ത് ഷേപ്പാണ്, റോളേഴ്സാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. റോളറാണ് സീം വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ 2 പ്രോസസ്സിലും സ്പോട്ടിലും നമ്മുടെ സീം വെൽഡിങ്ങിലും ചൂടുണ്ടാകുന്ന തടയാൻ വേണ്ടി നമുക്ക് കൂളൻ്റ് പുറത്തുനിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ബട്ട് വെൽഡിങ്ങിൽ, അതായത് സ്പോട്ട് വെൽഡിങ്ങിൽ ഈ ഇലക്ട്രോഡിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹോൾ കൊടുക്കും. ഇതിനകത്തൂടെ ഒരു ഹോൾ കൊടുക്കും. ഹോളിനകത്തൂടെ എന്ത് ചെയ്യും, വാട്ടർ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഇലക്ട്രോഡിനെ തണുപ്പിക്കാം. ഓക്കെ, ആ 2 കാര്യങ്ങളൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതാണ് സീം വെൽഡിങ്. അപ്പോൾ സീം വെൽഡിങ്ങിൻ്റെ പോയിന്റ്, ദ സ്പോട്ട് ഓവർലാപ്ഡ് ഓൺ അനദർ മേക്കിംഗ് എ കണ്ടിന്യൂസ് വെൽഡ് സീം. ഓക്കെ, ഇൻ ദിസ് പ്രോസസ് മെറ്റൽ പീസ് ബീങ് ബിറ്റ്വീൻ ദ റോളർ ടൈപ്പ് ഇലക്ട്രോഡ്. അതായത് മെറ്റൽ പീസ് റോളർ ടൈപ്പ് ഇലക്ട്രോഡിൻ്റെ ഇടയിലാണ് വെച്ച് കൊടുക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, അസ് ഇലക്ട്രോഡ് റിവോൾവ് ദ കറണ്ട് ഈസ് ഓട്ടോമാറ്റിക്കലി ടേൺഡ് ഓഫ്. ഇലക്ട്രോഡ് കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ടേൺ ഓഫ് ആവും. ഓക്കെ ആണല്ലോ, കിട്ടുമല്ലോ പോയിന്റ്. അടുത്ത പ്രൊജക്ഷൻ വെൽഡിംഗ്. എന്താണ് പ്രൊജക്ഷൻ വെൽഡിംഗ്? ഈ പോയിന്റുകൾ നോക്കേണ്ട കാര്യമില്ല, ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ജസ്റ്റ് പറയാം. എന്താണ് പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോഡ് ഉണ്ട്, ഒന്ന് ഫിക്സഡും ഒന്ന് മൂവബിളും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇത് ഒരു ഇലക്ട്രോഡ്, ഇത് വേറൊരു ഇലക്ട്രോഡ്. ഓക്കെ, ഈ ഇലക്ട്രോഡിന് ഇടയിലായിട്ട് നമുക്ക് വർക്ക് പീസിൻ്റെ എന്ത് ചെയ്യും, ഇതാണ് നമുക്ക് ചേർക്കേണ്ട വർക്ക് പീസ് എന്ന് വെച്ചോ. വർക്ക് പീസിൻ്റെ നമുക്ക് ഇവിടെ കണ്ടോ, ഈ വർക്ക് പീസിൻ്റെ ഒരു പ്രൊജക്ഷൻ കണ്ടോ, ആ പ്രൊജക്ഷൻ നമ്മൾ ഫോം ചെയ്തിട്ട് ഇതിനിടയിൽ വെച്ചിട്ട് സ്യൂട്ടബിൾ കറണ്ട് കൊടുക്കുമ്പോൾ അവിടെ ഈ മെറ്റലിൻ്റെ ഈ ഇൻ ബിറ്റ്വീൻ ദ മെറ്റൽ എന്ത് ചെയ്യും, ഫ്യൂസ് ആവും. ഫ്യൂസ് ആവുന്ന ഏരിയ, ഫ്യൂസ് ആയതിനു ശേഷം എന്ത് ചെയ്യും, പ്രഷർ അപ്ലൈ ചെയ്യും. എന്തിനു ശേഷം, കറണ്ട് ഓഫാക്കിയതിന് ശേഷം. പ്രഷർ കണ്ടോ, ആരോ കണ്ടോ, ഇവിടെ ആരോ കണ്ടല്ലോ, ആ പ്രഷർ എന്ത് ചെയ്യും, കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ജോയിൻ ആയി കിട്ടും. അതാണ് അവിടുത്തെ പ്രോസസ്സ്. ഓക്കെ ആണല്ലോ. ഇനി പോയിന്റ് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ അറ്റാച്ചിങ് ഫാസ്റ്റനേഴ്സ്. അപ്പോൾ ചോദിക്കാം, ഫാസ്റ്റനേഴ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസ് വെൽഡിംഗ് ഏതാണ്? പ്രൊജക്ഷൻ വെൽഡിംഗ് ആണ്. ദ പ്രൊജക്ഷൻ ഹാവ് ബീൻ ഫോംഡ് ബൈ എംബോസിങ്, സ്റ്റാമ്പിങ് ഓർ മെഷീനിങ്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഈ ഒരു പ്രൊജക്ഷൻ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് പ്രൊജക്ഷൻ ഉണ്ടാക്കിയില്ലേ. ഈ പ്രൊജക്ഷൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് പറയുന്നത്, ഈ പ്രൊജക്ഷൻ നമ്മൾ എംബോസിങ്, സ്റ്റാമ്പിങ്, മെഷീനിങ്, ഈ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഒന്നുകിൽ എംബോസിങ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ സ്റ്റാമ്പിങ്, അല്ലെങ്കിൽ മെഷീനിങ് ചെയ്താണ് ആ പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ബ്രാസും കോപ്പറും നമ്മൾ എന്ത് ചെയ്യില്ല,
ബ്രാസിൻ്റെയും കോപ്പറിൻ്റെയും വർക്ക് പീസുകൾ നമ്മൾ പ്രൊജക്ഷൻ വെൽഡിങ്ങിന് വിധേയമാക്കില്ല. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ബ്രാസിൻ്റെയും കോപ്പറിൻ്റെയും വർക്ക് പീസുകൾ പ്രൊജക്ഷൻ വെൽഡിങ്ങിന് നമ്മൾ വിധേയമാക്കില്ല. ഏതാണ് നമ്മൾ ഉപയോഗിക്കാറ് സാധാരണ? ഗാൽവനൈസ്ഡ് അയണിൻ്റെയോ അല്ലെങ്കിൽ ടിന്നിൻ്റെയോ മെറ്റീരിയൽസ്, അതല്ല വർക്ക് പീസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രൊജക്ഷൻ വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കിട്ടുമല്ലോ. അപ്പോൾ ഓർമ്മിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ്. ബ്രാസും കോപ്പറും എന്ത് ചെയ്യില്ല? ഉപയോഗിക്കില്ല. ഉപയോഗിക്കുന്ന ഏതാണ്? ഗാൽവനൈസ്ഡ് അയണോ അല്ലെങ്കിൽ ടിന്നോ ആണ് ഉപയോഗിക്കുന്നത്. കിട്ടുമല്ലോ. അടുത്ത ടൈപ്പിലോട്ട് പോവാം. അടുത്ത ടൈപ്പ് ഫ്ലാഷ് ബട്ട് വെൽഡ് ആണ്. നോക്കാം, ഫിഗർ നോക്കാം. ഫ്ലാഷ് ബട്ട് വെൽഡ് ഇതാണ്. ഇതിൻ്റെ ഫിഗർ നോക്കുക എല്ലാവരും. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സ്യൂട്ടബിൾ നേരത്തെ പോലെ കറണ്ട് ഇവിടെ കൊടുക്കും. കറണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ 2 ക്ലാമ്പുകളുണ്ട്. അതായത് ഒരെണ്ണം ഫിക്സഡ്, ഇതൊരു സ്റ്റേഷനറി ഫിക്സഡ് ആയിട്ടുള്ള ക്ലാമ്പും ഇതൊരു മൂവബിൾ ക്ലാമ്പുമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രണ്ടിലും എന്ത് ചെയ്യും? നമ്മളെ വർക്ക് പീസുകൾ ഹോൾഡ് ചെയ്യും. 2 വർക്ക് പീസും വെച്ചല്ലോ. ഇതെന്ത് ചെയ്യും? ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുന്ന ടൈപ്പാണ്. അതായത് ഈ ഒരു മൂവബിൾ ജോ ഇങ്ങോട്ട് മൂവ് ആവും. ഓക്കെ, അങ്ങോട്ട് മൂവ് ആവുമ്പോൾ മൂവായി ഇതാ അടുത്ത് വരുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? അവിടെ ഫ്ലാഷ് ഉണ്ടാവും. ഫ്ലാഷ് ഉണ്ടാവുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടുകയും സ്യൂട്ടബിൾ ഹീറ്റ് എനർജി കിട്ടുന്നതുകൊണ്ടാണ് ടെമ്പറേച്ചർ ഇവിടെ കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഫ്യൂസ് ആവും. ഫ്യൂസ് ആയതിനു ശേഷം കറണ്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്സെറ്റ് പ്രഷർ കൊടുക്കും. ഓക്കെ, പ്രഷർ കൊടുക്കുമ്പോൾ ഈ ഒരു വർക്ക് പീസാണ് ഫൈനലി ഇതാ ഇങ്ങനെ ആവുന്നത്. കണ്ടോ? ഇങ്ങനെയായി കിട്ടുന്നത് ആ ഒരു വർക്ക് പീസാണ്. കണ്ടോ? അപ്പോൾ അങ്ങനെ ആയി കിട്ടും. അപ്പോൾ അതാണ് അവിടുത്തെ ഫ്ലാഷ് ബട്ട് വെൽഡ്. പക്ഷേ ഒരു പോരായ്മ എന്താണ്? അവിടെ ആ ഒരു പാട് ഇങ്ങനെ കിടക്കും. കണ്ടോ? രണ്ടും ജോയിൻ ആയതിൻ്റെ പാട് അങ്ങനെ കിടക്കും. ആ പാട് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫർദർ മെഷീനിങ് ചെയ്യണം. കിട്ടുമല്ലോ. അപ്പോൾ പോയിന്റ് നോക്കാം. ദ ജോയിനിങ് മെറ്റൽസ് ആർ ഫേംലി ഹെൽഡ് ഇൻ ക്ലാമ്പ് വിച്ച് ആർ കണ്ടക്ട് കറണ്ട് ടു ദ വർക്ക്. അതായത് എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? 2 ക്ലാമ്പുകളിൽ കണക്ട് ചെയ്തു. ആ ക്ലാമ്പുകൾ വഴിയാണ് നമ്മൾ എന്ത് കൊടുത്തത്? ആ ക്ലാമ്പുകൾ വഴിയാണ് കറണ്ട് കൊടുത്തത്. കറണ്ട് പോകുന്നുണ്ടോ? ഈ ഇവിടേക്കും കറണ്ട് പോകുന്നുണ്ട്, ഇവിടേക്കും കറണ്ട് പോകുന്നുണ്ട്. ക്ലാമ്പ് വഴിയാണ് പോകുന്നത്. ഒരെണ്ണം സ്റ്റേഷനറിയും ഒരെണ്ണം ഫിക്സഡും ആണ്. കിട്ടുമല്ലോ. ഇനി അടുത്ത പോയിന്റ് എന്താ? ദ എൻഡ്സ് ഓഫ് 2 മെറ്റൽ പീസ് ആർ മൂവ്ഡ് ടുവേർഡ്സ് ആൻഡ് എവേ ഫ്രം ഈച്ച് അതർ അൺടിൽ ദ ആർക്ക് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ അവിടെ മൂവ് ചെയ്യുന്ന സമയത്താണ് അവിടെ ആർക്ക് ക്രിയേറ്റ് ആയത് എന്നാണ്. കിട്ടുമല്ലോ. ആർക്ക് അവിടെ അപ്പോഴാണ് ക്രിയേറ്റ് ആയത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ബട്ട് വെൽഡ് പ്ലേറ്റ്, ബാർ, റോഡ് ആൻഡ് ട്യൂബിങ്. അപ്പോൾ ഇതിനൊക്കെയാണ് സാധാരണ, അതായത് പ്ലേറ്റ്, റോഡ്, ട്യൂബിംഗ് ഒക്കെ നമ്മൾ വെൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഫ്ലാഷ് ബട്ട് വെൽഡ് ചെയ്യുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഫ്ലാഷ് ബട്ട് വെൽഡ് ഏതൊക്കെ മെറ്റീരിയലിന് ഉപയോഗിക്കില്ല? കാസ്റ്റ് അയണിനും ലെഡിനും സിങ്ക് അലോയ്സിനും നമ്മൾ എന്ത് ഉപയോഗിക്കില്ല? ഫ്ലാഷ് ബട്ട് വെൽഡ് ഉപയോഗിക്കില്ല. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കാസ്റ്റ് അയൺ, ലെഡ്, സിങ്ക് അലോയ്സിന് ഫ്ലാഷ് ബട്ട് വെൽഡ് ഉപയോഗിക്കില്ല. കിട്ടുമല്ലോ. ഇനി അടുത്ത ടൈപ്പ്, ലാസ്റ്റ് ടൈപ്പ്, ബട്ട് ഓർ അപ്സെറ്റ് വെൽഡ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഈ ബട്ട് ഓർ അപ്സെറ്റ് വെൽഡിൻ്റെ വേറൊരു പേര് സ്ലോ ബട്ട് വെൽഡ് എന്നും കൂടെ ഉണ്ട്. സ്ലോ ബട്ട് വെൽഡ്. അപ്പോൾ വേറൊരു പേരാണ്. എന്തിൻ്റെ വേറെ പേരാണ്? അപ്സെറ്റ് വെൽഡിൻ്റെ വേറെ പേരാണ് സ്ലോ ബട്ട് വെൽഡ്. എന്താണ് നോക്കാം. നേരത്തെ അതേപോലെ തന്നെ, അതായത് ഫ്ലാഷ് ബട്ട് വെൽഡ് പോലെ തന്നെ ഇവിടെ എന്തുണ്ടാവില്ല? ഫ്ലാഷ് ഉണ്ടാവില്ല. ടെമ്പറേച്ചർ കാരണം അവിടെ എന്തുണ്ടാവും? മെറ്റീരിയൽ ഫ്യൂസ് ആവും. ഫ്യൂസായിട്ട് അപ്സെറ്റ് പ്രഷർ ഇവിടെ നിന്ന് കൊടുക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലാവുമല്ലോ. ഫ്ലാഷ് ഉണ്ടാവില്ല എന്നൊരു കാരണം മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ ആണല്ലോ. ഇവിടെയും ഉണ്ടാകുന്ന ഈ ഒരു പ്രൊജക്ഷൻ, അതായത് ഈ ഒരു മാർക്ക് എന്ത് ചെയ്യണം? മെഷീൻ ചെയ്ത് മാറ്റണം. അത്രയേ ഉള്ളൂ. ഇനി പോയിന്റ് നോക്കാം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്? ദിസ് പ്രോസസ് ഡിഫർ ഫ്രം ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് ഇൻ ദാറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് അപ്ലൈഡ് ഡ്യൂറിങ് ഹീറ്റ് പ്രോസസ് വിച്ച് എലിമിനേറ്റ് ഫ്ലാഷിംഗ്. അതായത് ഫ്ലാഷ് ബട്ട് വെൽഡിൽ നിന്ന് വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഫ്ലാഷ് ഉണ്ടാകുന്നില്ല. എന്താണ് അതിന് കാരണം? ഇവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷറാണ് കൊടുക്കുന്നത് എന്നാണ്. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് അവിടെ ഫ്ലാഷ് ഉണ്ടാവില്ല എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. നമുക്ക് 200 മുതൽ 250 mm² ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള വർക്ക് പീസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബട്ട് വെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഏറ്റവും മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൈസ് 250 mm². പരീക്ഷയ്ക്ക് ചോദിക്കും 250 mm² ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള വർക്ക് പീസാണ് നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുക ബട്ട് വെൽഡിങ്ങിൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നുകൂടെ എല്ലാം ഒന്ന് പെട്ടെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ആദ്യത്തേത് ഏതാ? സ്പോട്ട് വെൽഡിങ്. സ്പോട്ട് വെൽഡിങ്ങിൽ ഇവിടെ ഓർക്കേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം കിട്ടുമല്ലോ. കറണ്ട് കൊടുക്കുന്നു. ഇലക്ട്രോഡ് 2 ഉണ്ട്. ഒരെണ്ണം മൂവബിളും ഒരെണ്ണം ഫിക്സഡും ആണ്. ഇലക്ട്രോഡിനകത്തൂടെ എന്ത് കൊടുക്കുന്നുണ്ട്? കൂളൻ്റ് കൊടുക്കുന്നുണ്ട്. കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്ത് നമുക്ക് അവിടെ തണുപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ പുറത്തുനിന്ന് സ്പ്രേ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഓക്കെ ആണല്ലോ. ഈ ഒരു ഈ മാർക്കിൻ്റെ കാര്യം പറഞ്ഞു. മാർക്ക് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യുന്നു? 2 ടിപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ടിപ്സ്? ഒന്ന്, വലിയ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിയ ഇലക്ട്രോഡുകൾ ഉപയോഗിക്കാം. 2 ഇതിനിടയിലാക്കി ഈ ഇലക്ട്രോഡിൻ്റെ ഇടയിലായിട്ട് എന്ത് വെച്ച് കൊടുക്കാം? വർക്ക് പീസ് വയ്ക്കുന്നതിന് മുന്നേ കോപ്പർ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അതിൻ്റെ തിക്നെസ് എത്രയാണ്? 1.6
6 mm ഉള്ള കോപ്പർ ഷീറ്റ് വെച്ച് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത് സീം വെൽഡിങ്. സീം വെൽഡിങ് എന്താ പ്രത്യേകത? കണ്ടിന്യൂസ് വെൽഡിങ് പ്രോസസ്സാണ്. ചോദിക്കും കണ്ടിന്യൂസ് വെൽഡിങ് പ്രോസസ്സ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സീമാണ്. കണ്ടിന്യൂസ് വെൽഡിങ് പ്രോസസ്സായ റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ് സീം വെൽഡിങ് പ്രോസസ്സ്. ഓക്കെ ആണല്ലോ. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? റോളർ കറങ്ങുന്നതനുസരിച്ച് എന്ത് ചെയ്യും? കറണ്ട് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് സ്പോട്ടായി പോകുമ്പോഴാണ് അവിടെ വെൽഡിങ് നടക്കുന്നത്. കിട്ടുമല്ലോ. ഇനി അടുത്തത് ഏതാ? അടുത്ത പ്രൊജക്ഷൻ വെൽഡിങ്. പ്രൊജക്ഷൻ വെൽഡിങ് എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ 2 ക്ലാമ്പുകളുണ്ട്, അതായത് 2 പാർട്ടുകളുണ്ട്. ഈ ക്ലാമ്പുകൾക്കിടയിൽ എന്ത് ചെയ്യും? ഈ പ്രൊജക്ഷനായിട്ടുള്ള വർക്ക് പീസ് വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്തിട്ട് കറണ്ട് ഓഫ് ചെയ്തിട്ട് പ്രഷർ അപ്ലൈ ചെയ്യും. ഈ പ്രൊജക്ഷൻ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്? എംബോസിങ് വഴിയോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മെഷീനിങ് വഴിയോ ഒക്കെ ചെയ്യാം. മെഷീനിങ് ഒക്കെ കൊടുത്ത് നമുക്ക് അവിടെ പ്രൊജക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് ഫ്ലാഷ് ബെറ്റ് വെൽഡിങ് എങ്ങനെയാണ്? അവിടെ 2 ക്ലാമ്പുകളുണ്ട്. ക്ലാമ്പുകൾ വഴിയാണ് നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്യുന്നത്. 2 വർക്ക് പീസിനെയും ക്ലാമ്പുകളിൽ കണക്ട് ചെയ്യും. ഒരെണ്ണം ഫിക്സഡും ഒരെണ്ണം മൂവബിളും ആണ്. അവിടെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രഷർ ഇങ്ങനെ കൊടുത്ത് അതിനടുത്തേക്ക് വർക്ക് പീസിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഫ്ലാഷ് ക്രിയേറ്റ് ആവുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അവിടുത്തെ ഈ ഒരു മാർക്ക് ഇങ്ങനെ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഈ മാർക്ക് എങ്ങനെ കളയും? മെഷീൻ ചെയ്ത് കളയണം. ലാസ്റ്റത്തെ ഏതായിരുന്നു? ലാസ്റ്റത്തത് ബട്ട് വെൽഡ് അല്ലെങ്കിൽ അപ്സെറ്റ് വെൽഡാണ്. അല്ലെങ്കിൽ എന്തെന്ന് അറിയപ്പെടും? വേറെ പേരെന്താണ്? സ്ലോ ബട്ട് വെൽഡ് എന്നാണ്. ഇതിൻ്റെ വേറെ പേര്. അപ്പോൾ ഇവിടെ ഫ്ലാഷ് ഉണ്ടാകുന്നില്ല അല്ലേ? ഇവിടെ ഫ്ലാഷ് ഉണ്ടാകുന്നുണ്ടോ? ഫ്ലാഷ് ഉണ്ടാകുന്നില്ല. അവിടെ കാരണം എന്താ? ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷറാണ് കൊടുക്കുന്നത്. ഇവിടെ ഫ്ലാഷ് ഉണ്ടാകാത്തതിന് കാരണം ഇവിടെ എന്ത് കൊടുക്കുന്നു? കോൺസ്റ്റൻറ്റ് പ്രഷറാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടാകാത്തത്. ഓക്കെ ആണല്ലോ. ഇവിടെ ഓർക്കേണ്ട പോയിന്റ്, മാക്സിമം എത്ര ഡയമീറ്റർ വരെയുള്ള വർക്ക് പീസ് ഉപയോഗിക്കാം? 250 mm² ഉള്ള വർക്ക് പീസ് വരെ ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ പറ്റി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. നമ്മൾ മിക്കവാറും നാളെ ഇതിൻ്റെ അടുത്ത 20 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും സെമസ്റ്റർ 2ൻ്റെ ബേസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.